സാത്താന്റെ ഇരുട്ടിൽ നിന്നും ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് ദ നെയിംലെസ് ഓഫ് ദ ഗോഡ് ലൂസിഫർ 2 അഥവാ നമ്മളെ ഏബ്രഹാം ഖുറേഷി എംപുരാൻ. ഡയറക്ഷൻ ബൈ പൃഥ്വിരാജ്, പ്രൊഡക്ഷൻ ബൈ ആശുവാസ് ലൈക്ക പ്രൊഡക്ഷനിൽ നിന്നും അവതരിപ്പിക്കുന്ന എംപുരാന്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് ഒരു വായി നോക്കി വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ റിവ്യൂലൊക്കെ പോയല്ലോ. സിനിമയുടെ പോർട്ടിലോട്ട് പോവാം. സിനിമാറ്റോഗ്രാഫി സുജിത് വാസുദേവന്റെയും മ്യൂസിക് ബൈ നമ്മുടെ ദീപു ദേവിന്റെയുമാണ്. നമ്മളെ സിനിമയെ പറ്റി പറയുമ്പോൾ ലൂസിഫർ 1ന്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് നമ്മൾ എമ്പുരാൻ ചർച്ച ചെയ്ത് പോകുന്നത്. ഫുള്ളി പൊളിറ്റിക്കൽ തീം ബേസിലാണ് പോകുന്നത്. ഒരു മലയാള ചിത്രം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹോളിവുഡ് ബേസിലാണ് നമ്മുടെ ചിത്രം ഫുൾ പോകുന്നത്. ഫുൾ ക്ലാസ് ആൻഡ് ഒരു ഫുള്ളി ഹൈ ലെവൽ എന്ന് പറയാം. എങ്കിലും നമുക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട. എങ്കിലും നമ്മളെ ചിത്രം അടിപൊളിയാണ്. നമുക്ക് ഒരിക്കലും നിസ്സഹായ വരത്തില്ല. നമ്മൾ പൈസയ്ക്ക് യൂസാണ്. നമ്മൾ സിനിമ ഒന്നോ രണ്ടോ വട്ടം നമുക്ക് കാണാനൊക്കെ തോന്നും, അത്രയ്ക്ക് സൂപ്പറാണ്. അതേപോലെ തന്നെ ഫൈറ്റ് കാര്യങ്ങളെല്ലാം ഒക്കെയാണ്. പിന്നെ മോഹൻലാലിൻ്റെ ഫസ്റ്റ് ലുക്ക് അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, മാസാണ്. പിന്നെ അതേപോലെ തന്നെ സിനിമയെ പറ്റി പോകുമ്പോൾ ഫുള്ള് ഒരു മിസ്റ്റീരിയലി ഒരു ഹോളിവുഡ് ബേസിൽ ദീപക്കിൻ്റെ മ്യൂസിക്കും കൂടെ വരപ്പോൾ ഒരു അന്യായ ചിത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുള്ളൂ. പിന്നെ ഡയറക്ഷൻ നമ്മൾ പൃഥ്വിരാജിൻ്റെ ആണല്ലോ. മലയാള ചിത്രത്തിലെ ഏകദേശം കുറേ നാൾക്ക് ശേഷം നമ്മളുടെ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത എമ്പുരാൻ്റെ റിലീസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സിനിമയുടെ പോർട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ തീം ബേസ്ഡാണ്. കൂടുതൽ നമുക്ക് റിലീവ് ചെയ്യാൻ പറ്റില്ല, കാരണം സിനിമയിൽ അത് എക്സ്പ്ലോഷൻ ആയിപ്പോവും. സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു മിസ്റ്റീരിയലി ഹൈലി ഒരു ഹോളിവുഡ് ബേസ്ഡ് ചിത്രമാണെന്ന് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ബേസായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനായിട്ട് തോന്നിയിട്ടില്ല. ഫൈറ്റും കാര്യങ്ങളും എല്ലാം, സ്ക്രീൻ പ്ലേ, ആക്ഷൻ, മ്യൂസിക്, ദീപുദേവിൻ്റെ മ്യൂസിക് എല്ലാം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ കൂടാതെ തന്നെ മൊത്തത്തിൽ ഒരു ക്ലാസ് ചിത്രം എന്ന് തന്നെ പറയാം. നമ്മൾ പൈസ കൊടുത്ത് കാണുന്നതിൽ എന്തായാലും മുതലാവും. പിന്നെ ഞാൻ കൂടുതലും സിനിമയുടെ പോർട്ടിനെ പറ്റി എടുത്തു പറയാത്ത മെയിൻ കാരണം എന്ന് വെച്ചാൽ സിനിമയുടെ എക്സ്പ്ലോഷൻ ആയിരിക്കും. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്റർ വാച്ച് തന്നെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അതേ അതിൻ്റെ ആയിട്ടുള്ള ഇത് കാണാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടണം. പിന്നെ സുരാജ്, അതിൽ മഞ്ജു വാര്യർ, പിന്നെ കുറേ അധികം ആക്ടേഴ്സൊക്കെ നല്ല സൂപ്പറായിട്ട് ആക്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ ഒരു ഹൈ ലെവലാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം L3 എന്തായാലും ഉണ്ട്. അത് നമ്മൾ ഫൈനലി ക്ലൈമാക്സിൽ കാണിക്കുന്നുമുണ്ട്. L3 എന്തായാലും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ കൊച്ചു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. L3യിലേക്ക് വീണ്ടും വരാം, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക്.